വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കേരളം ടൂറിസം എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഴ മഹോത്സവത്തിന്റെ 12ാം പതിപ്പ് ജൂലൈ മാസത്തിൽ നടക്കും. ജൂലൈ 11, 12, 13 തീയതികളിൽ സുൽത്താൻ ബത്തേരി സപ്ത റിസോർട്ടിലാണ് സ്പ്ലാഷ് 2025ന്റെ മുഖ്യ പരിപാടികൾ നടക്കുകയെന്ന് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. B2B മീറ്റാണ് സ്പ്ലാഷിന്റെ മുഖ്യ ആകർഷണം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മഡ് ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ മത്സരങ്ങളും കലാപരിപാടികളും സ്പ്ലാഷിന്റെ ഭാഗമായി നടക്കും. വയനാടിനു പുറമെ മലബാറിലെ മറ്റു ജില്ലകൾ, നീലഗിരി, കുടക്, മൈസൂർ മേഖലകളിൽ നിന്നായി 200ഓളം ടൂറിസം സംരംഭകരും കേരളത്തിനകത്തും പുറത്തുമുള്ള 500ഓളം ട്രാവൽ ഏജന്റുമാരും സ്പ്ലാഷ് 2025ൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിലെ പ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രധാന വ്യക്തികളും വിവിധ ദിവസങ്ങളിൽ സ്പ്ലാഷിന്റെ ഭാഗമാകും. വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരാനും തദ്ദേശീയ ടൂറിസം വികസനത്തിനുമായി വിഭാവനം ചെയ്ത മഴ മഹോത്സവം ഇതിനോടകം കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കേരള ട്രാവൽ മാർട്ട് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പരിപാടിയാണ് സ്പ്ലാഷ്. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് KR വാഞ്ചീശ്വരൻ, വൈസ് പ്രസിഡന്റ് CC അഷ്റഫ്, ട്രഷറർ ബാബു വൈദ്യർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ EK അനിൽ, ബിജു തോമസ്, MJ സുനിൽകുമാർ, സ്പ്ലാഷ് 2025 കൺവീനർ വിഷ്ണു, M ദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് അങ്ങനത്തെ ആൾക്കാരും കൂടി നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഡൗൺ സ്വിങ് ഉണ്ടായിരുന്ന സമയം തൊട്ട് നമ്മൾ പല ട്രാവൽ മാർട്ട്സ്, റോഡ് ഷോസ് നടത്തിയിരുന്നു. ഇന്ത്യ ടൂറിസത്തിൻ്റെ കൂടിയിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ് ആൻഡ് ചെന്നൈ അതിൽ റോഡ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് കം ബാക്ക് എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ടായിരുന്നു ആ റോഡ് ഷോ. അത് ഇന്ത്യ ടൂറിസമാണ് നമ്മളെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നേതൃത്വത്തിലാണ് അത് നടത്തിയത്. അപ്പോൾ ഈ സ്പ്ലാഷോട് കൂടിയിട്ട് നമുക്ക് വീണ്ടും പഴയ രീതിയിൽ വയനാട്ടിൽ ഗസ്റ്റുകൾ വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ സ്പ്ലാഷിൻ്റെ കൂടെയുള്ള ഔട്ട്ഡോർ ഇവൻറ്റ്സ് ആസ് യൂഷ്വൽ നമ്മൾ സ്പോർട്സ് കൗൺസിൽ, DTPC എല്ലാവരോടും കൂടിയിട്ട് ചേർന്നിട്ട് ഇവൻറ്റ്സ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സോ അതും നടക്കും. മഡ് ഫുട്ബോൾ ഉണ്ടാവും, വോളിബോൾ ഉണ്ടാവും, അതേപോലെ ട്രെക്കിംഗ്, സൈക്ലിംഗ്, അങ്ങനെ എല്ലാം ജനങ്ങളും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവൻ്റായിട്ടും അതേസമയം കാണികൾക്ക് കാണാനുള്ള ഒരു ഇവൻ്റായിട്ടും കൂടി അത് ചെയ്യുന്നുണ്ട്.